പെട്ടെന്നുണ്ടാക്കിയ പരിപാടിയാണ് നമ്മുടെ ഇന്നത്തെ കഥാപ്രസംഗം. കേരളത്തിൽ അറിയപ്പെട്ട കാതിക സംഘമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പരിപാടി രാവിലെ 9 മണിക്ക് തന്നെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നും നാളെയും നടക്കുന്ന നമ്മുടെ പരിപാടി ആദ്യാവസാനം വരെ നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം. ഇനി ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ സലാം ഹാജി അവറുകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്ന നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർ, നമ്മുടെ മഹൽ ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത സ്വാഗത സംഘം കമ്മിറ്റി മെമ്പർമാരെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന PKC എളത്തിൽ സാഹിബ് അവர்களെയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സഹകാരികളെയും ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെയും വിദ്യാർത്ഥികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സലാമാജി അവർക്ക് ക്ഷണിക്കുന്നു. വിദ്യാർത്ഥികളെ, ഈ പരിപാടി ഉദ്ഘാടനത്തിനായി ഉസ്താദ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه الفائزين. أما بعد. യോഗ അധ്യക്ഷൻ ഖൈറുൽ വറ നബിദിനാഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ അബ്ദുസ്സലാം ഹാജി, കൺവീനർ നാമ്ര ഹമീദ്, മഹല്ല് സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബ്, ബഹുമാനപ്പെട്ട സുഫി സാഹിബ്, നമ്മുടെ കാരണവരായ മൊയ്തുക്ക, വന്നരായ ഉസ്താദുമാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ പള്ളിയുടെ ചുറ്റുപാടും മറവിട്ട് കിടക്കുന്ന നമ്മുടെ മുൻഗാമികൾക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇവിടെ നടക്കുന്ന ഓരോ പുണ്യകർമ്മത്തിൻ്റെയും പ്രതിഫലം അവരുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിക്കുക വഴി അവർക്ക് വലിയ സന്തോഷവും റാഹത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. കുട്ടികൾ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം നമുക്കിപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കഥാപ്രസംഗമാണ്. അത് കഴിവതും അതിന് സമയം ലഭിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലും അവരിവിടെ എത്തിച്ചേരുന്നത് വരെ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിമാറാൻ നമ്മുടെ കഥാപ്രസംഗത്തിലേക്ക് കടക്കാം. ഇവിടെ